ഹലോ, നാട്ടിലെ ചൂട് സഹിക്കാൻ വയ്യാതെ തിരിച്ച് മാൽദീവ്സിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ മുട്ടം മഴ, ഇവിടെ ഫുൾ ടൈം ഇപ്പം മഴയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഷെല്ല് കളക്ട് ചെയ്യാൻ പോകാനായിട്ടൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ എല്ലാം ഭയങ്കര മഴയായിരുന്നതുകൊണ്ട് പോകാൻ പറ്റത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഉച്ചയായപ്പോഴത്തേക്ക് മഴയൊക്കെ മാറി. ഉച്ച കഴിഞ്ഞ് നമ്മൾ ഷെല്ല് കളക്ട് ചെയ്യാനായിട്ട് പോകാനിറങ്ങിയേ. ആ കാണുന്ന ഭാഗം ഉണ്ടല്ലോ അങ്ങ് ദൂരെ, അവിടെയാണ് നമ്മൾ ഇന്ന് ഷെല്ല് കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ അങ്ങനെ അധികം ആൾക്കാർ പോകുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് അവിടെ നിറയെ ഷെൽസ് ഉള്ളത്. മഴയായിരുന്നതുകൊണ്ട് സൺസെറ്റും കാണാൻ പറ്റത്തില്ലായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് അവിടെ ചെന്നത്. ഭയങ്കര നല്ലൊരു കോസി വൈബായിരുന്നു ശരിക്കും, മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്. അവിടെ അങ്ങോട്ട് ചെന്നപ്പം തൊട്ട് ഷെല്ലുകളുടെ ബഹളം. ഞാൻ കുറേ ഷെൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്, പല സൈസിൽ, പല ഷേപ്പിൽ, പല കളറിലുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ യെല്ലോ കളറിൽ ഷെല്ല് കാണുന്നത്. ഇതുവരെ ഞാൻ ഓറഞ്ച് കളറും മറ്റേ അതാ ഈ കണ്ട ഷെല്ലില്ലേ അതിൻ്റെ കളറും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വൈറ്റും പിന്നെ അതിൽ ഡോട്ടുള്ളതും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പക്ഷേ യെല്ലോ കളർ ഷെല്ല് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ കളക്ട് ചെയ്ത ഷെല്ലെല്ലാം കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാമേ, ഏതൊക്കെ കളറാണ് ഇങ്ങനത്തെ ഷെൽസൊക്കെ ഞാൻ കളക്ട് ചെയ്തതെന്നുള്ളത്. നിങ്ങൾ ഈ കാണുന്ന ഷെൽസൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം വലുപ്പമുള്ള ഷെൽസാണ്, മറ്റേ സാധാരണ നമുക്ക് കിട്ടുന്ന പോലെ ചെറിയ ചെറിയ ഷെല്ലുകളല്ല. പിന്നെ അവിടെ നിന്നത് കളക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ കണ്ടു നല്ല അടിപൊളി സൺസെറ്റ് ഉണ്ടായിരുന്നു കഴിച്ച്. ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കത്തില്ല എന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങിയത് കൊണ്ടായിരിക്കും എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടക്കുമ്പോൾ നമ്മുടെ വ്യൂ ഇതാണ്. ഫുള്ള് ബിൽഡിങ്, നിറയെ ലൈറ്റുകളൊക്കെ ആയിട്ട് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നമ്മൾ നടന്ന് ഇങ്ങനെ വന്ന് കടലിൻ്റെ സൈഡിൽ കുറച്ച് സമയം ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നാസലിൻ്റെ വീട്ടിൽ കയറി. അതിനുശേഷം എന്നെ അവൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി തന്നു. ഞങ്ങൾ ഹുളുമാലയ്ക്കാണ് പോയത്. ഹുളുമാലയിൽ നാസലും താമസിക്കുന്നത്, ഞാൻ മാലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ബസ് കയറി വരണമായിരുന്നു. അങ്ങനെ നാസലിൽ എന്നെ കൊണ്ടുചെന്ന് ബസ് സ്റ്റോപ്പിൽ വിട്ട് ബസ് കയറ്റി വിട്ടിട്ട് അവൾ തിരിച്ചു പോയി. ഞാൻ ബസ് കയറി തിരിച്ച് മാലയിലും വന്നു. നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ പറയുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.